രാമായണ കഥാസാരം 55-ാം ഭാഗം. ജടായു ഗതി. ശ്രീരാമൻ ലക്ഷ്മണനോടു കൂടി സീതയെ തെരഞ്ഞ് നടന്ന് ചെല്ലുമ്പോൾ ഒരൊഴിഞ്ഞ തേർക്കോപ്പു കണ്ടു. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ ഇത് കണ്ടോ? ഒരു തേര് തകർന്നു കിടക്കുന്നു. 2 പേർ തമ്മിൽ പൊരുതി. ഒരാളുടെ രഥം മറ്റേയാൾ ഭിന്നമാക്കിയതിന് തെളിവല്ലേ ഇത്? അവർ സീതയെ കൊന്നോ ഭക്ഷിച്ചോ എന്തു ചെയ്തുവെന്നാർക്കറിയാം? അങ്ങനെ അവർ പറഞ്ഞു നടക്കുമ്പോൾ ഘോരമായ ഒരു രൂപം അടുത്തു കണ്ടു. രാമൻ പറഞ്ഞു, ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. ശാപവും വാണവും ഇങ്ങു തരൂ കുമാര. രാമവാക്കുകൾ കേട്ട ജടായു പറഞ്ഞു, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ മിത്രമാണ്. അങ്ങേ ഭക്തനായ ജടായുവാണ്. രാമ, ഞാൻ പറയാം കേൾക്കൂ. രാവണൻ എന്ന രാക്ഷസൻ നിന്റെ പത്നിയെ കട്ടുകൊണ്ട് ആകാശമാർഗത്തിലൂടെ പോകുമ്പോൾ ദേവി വിലപിച്ചുകൊണ്ട് രാമ, ലക്ഷ്മണ, രക്ഷിക്കൂ എന്നു പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ വേഗം ചെന്നു നോക്കി. കാര്യമറിഞ്ഞയുടനെ ഞാൻ രാവണനെ എതിരിട്ടു യുദ്ധം ചെയ്ത് അവൻ്റെ തേര തകർത്തു. ഉടനെ തന്നെ ആ രാക്ഷസൻ എൻ്റെ പക്ഷങ്ങളരിഞ്ഞു എന്നെ ഭൂമിയിൽ വീഴ്ത്തി. വേറൊരു തേരിൽ അവൻ യാത്രയായി. അപ്പോൾ ദേവി എനിക്ക് വരം തന്നു, ഭർത്താവിനെ കണ്ടു കാര്യം അറിയിച്ചു കഴിഞ്ഞേ നിന്റെ ജീവൻ പോകൂ. ഇതാ നോക്കൂ രാമ, എൻ്റെ അവസ്ഥ. എനിക്കൊന്നും പറയാൻ ഇനി ശക്തിയില്ല. മരണപീഡയാലെ ഞാൻ വിഷമിക്കുന്നു. നല്ലതു വരാൻ എന്നെ അനുഗ്രഹിക്കൂ. നിൻ തിരുപ്പാദം കണ്ടുകൊണ്ടു മരിക്കാൻ സാധിക്കുന്നതെൻ്റെ ഭാഗ്യം. അങ്ങേ കൃപാകടാശം തന്നെ. അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു, പരംപുരുഷൻ, പുരുഷോത്തമൻ, പരമാത്മാവാണ്. അങ്ങ് സദാ എൻ്റെ ഹൃദയത്തിൽ വാഴാൻ അനുഗ്രഹിക്കണം. മരിക്കാൻ തുടങ്ങുന്ന എന്നെ അവിടുന്ന് കൃപാപൂർവം തൃക്കൈകൾ കൊണ്ട് മന്ദം സ്പർശിച്ച് എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഞാൻ മുക്തനായി അങ്ങയോട് ചേരുമല്ലോ. സീതാപതി ഇത് കേട്ട് ജടായുവിനെ മന്ദം തലോടി. അവൻ പ്രാണൻ ത്യജിച്ചു മുക്തനായി. രാമൻ ആ ഭക്തനെ കണ്ണുനീർ കൊണ്ട് അഭിഷേകിച്ചു. അവൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചു ലക്ഷ്മണനോട് പറഞ്ഞു, വിറകുകൾ കൊണ്ട് ചിത തീർത്ത് ജടായുവിനെ സംസ്കരിക്കണം. ലക്ഷ്മണൻ അത് കേട്ടയുടൻ വിറകു കൊണ്ടുവന്ന് ചിത തീർത്ത് കുളിച്ചു വന്നു സംസ്കാര കർമ്മം നടത്തി. ഋഷീന്ദ്രൻ തൃപ്തനാകണമെന്ന് പ്രാർത്ഥിച്ചു. രാമൻ ആ ഭക്ഷിപ്രവരന് സാരൂപ്യം ഭവിക്കണമെന്ന് അരുൾ ചെയ്തു. ജടായു ഉടനെ ദിവ്യരൂപം ധരിച്ച് രാമനെ സ്തുതിച്ചു.